തുടർച്ചയായി ശക്തമായി പെയ്യുന്ന മഴ എലിപ്പനി പടരാൻ സാധ്യത കൂടുതലെന്ന് റിപ്പോർട്ട്. ബോധവൽക്കരണവുമായി പട്ടുവം കുടുംബാരോഗ്യ കേന്ദ്രം. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി മാത്യുവിന്റെ നേതൃത്വത്തിൽ പട്ടുവം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മുഴുവൻ ജീവനക്കാരും ആശാപ്രവർത്തകരും ഒരു ഡോസ് എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ കഴിച്ചു. ജില്ലയിൽ ദിവസങ്ങളായി നിർത്താതെ പെയ്യുന്ന മഴയും തുടർന്നുണ്ടാവുന്ന വെള്ളക്കെട്ടുമാണ് വില്ലനായി മാറുന്നത്. എലികളുടെ വാസസ്ഥലമായ മാളങ്ങളിൽ വെള്ളം കയറി എലിമൂത്രവും മറ്റും നമ്മൾ നിത്യം പെരുമാറുന്ന ഇടങ്ങളിൽ കലരാനും ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ എലിമൂത്രം കലർന്ന ജലവുമായി സമ്പർക്കത്തിൽ വരുമ്പോഴാണ് രോഗം പകരാനുള്ള സാധ്യത ഏറുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള മുറിവുകൾ വഴിയോ നേർത്ത ചർമ്മത്തിൽ കൂടി തുളച്ചുകയറിയോ എലിപ്പനി പിടിപെടാൻ ഇവിടെ സാധ്യത ഏറെയാണ്. ഈ അവസരത്തിലാണ് പൊതുജന ബോധവൽക്കരണം എന്ന നിലയിൽ പട്ടുവം കുടുംബാരോഗ്യ കേന്ദ്രം രംഗത്തെത്തിയത്. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി മാത്യുവിന്റെ നേതൃത്വത്തിൽ ഈ സാഹചര്യത്തിൽ പട്ടുവം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മുഴുവൻ ജീവനക്കാരും ആശാപ്രവർത്തകരും ഒരു ഡോസ് എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ ഗുളിക കഴിച്ചുകൊണ്ട് ജനങ്ങളിൽ അവബോധം സൃഷ്ടിച്ചു. സിറ്റി ന്യൂസ്, കണ്ണൂർ.